എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്ന 2024 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇൻഡോറുമാണ്. 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? സൂറത്തും ഇൻഡോറും. അടുത്തത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്വേത കെ സുഗതൻ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതൻ. അടുത്തത് ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൌ. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി സ്ഥാപിതമായതെന്നാണ് 1950 അപ്പൊ 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. അടുത്ത പോയിന്റ്, തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഈ റോഡിലാണ്. തമിഴ്നാട്ടില് നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. എന്താണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം? തമിഴ്നാട്ടില് നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം. അടുത്ത പോയിന്റ്, 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ് കേട്ടോ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. അടുത്തത് ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതവ് ഘോഷ്. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതവ് ഘോഷ്. അടുത്തത് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. ആരാണ്? AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. അടുത്ത പോയിന്റ് നോക്കാം. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആരാണ്? പ്രൊഫസർ BR കാംബോജ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കാംബോജ് ആണ്. അടുത്ത പോയിന്റ്, രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ്. എന്താണ് നഫീസ്? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം. പേരെന്താണ്? നഫീസ്. ഇതിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. അടുത്തത്, ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? സദാനന്ദ് വസന്ത് ദാത്തെ. സദാനന്ദ് വസന്ത് ദാത്തെ. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലാണ് ആര്? സദാനന്ദ് വസന്ത് ദാത്തെ. അടുത്ത പോയിന്റ് നോക്കാം. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗികാതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗികാതിക്രമമായിട്ട് കണക്കാക്കാൻ വിധിച്ച ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി. അടുത്ത പോയിന്റ്, ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിന്റ്. ഇപ്പൊ ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ അത് ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് കൊടുത്ത പേരാണ് ശിവശക്തി പോയിന്റ്. ആരാണ് കൊടുത്തത്? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് കേട്ടോ. ഏതാ പേര്? ശിവശക്തി പോയിന്റ്. അടുത്തത്, ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് എന്താണ്? ഓപ്പറേഷൻ സർവശക്തി എന്നാണ് കേട്ടോ. ഓപ്പറേഷൻ സർവശക്തി പറഞ്ഞ എന്താണ്? ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേനയാണ്
കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് കേട്ടോ, ഓപ്പറേഷൻ സർവശക്തി. അടുത്തത് ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക്. ഇപ്പൊ ഡെവിൾ സ്ട്രൈക്ക് ആരൊക്കെ തമ്മിലുള്ളതാണ്? ഇന്ത്യൻ കരസേനയും വ്യോമസേനയും തമ്മിൽ നടത്തുന്ന സൈനിക അഭ്യാസമാണ് കേട്ടോ. എന്താ പേര്? ഡെവിൾ സ്ട്രൈക്ക്. അടുത്ത പോയിന്റ് നോക്കാം. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് എന്താണ്? ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് കേട്ടോ. ഡെസേർട്ട് സൈക്ലോൺ 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. അപ്പൊ ഡെസേർട്ട് സൈക്ലോൺ ആര് തമ്മിലുള്ളതാണ്? ഇന്ത്യയും UAEയും തമ്മിലുള്ളതാണ്. എവിടെ വെച്ചാണ് നടന്നത്? രാജസ്ഥാനിൽ വെച്ചിട്ട് കേട്ടോ. അടുത്ത പോയിന്റ് 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ നാണയമാണ് 75 രൂപയുടെ നാണയം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് 75 രൂപയുടെ നാണയം. അടുത്തത് തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ, നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൌത്യമാണ് എക്സ്പോസാറ്റ്. അതിന്റെ ഫുൾ ഫോം എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ് കേട്ടോ. എക്സ്പോസാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ, നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് കേട്ടോ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാലും ആൻസർ എന്താണ്? എക്സ്പോസാറ്റ് ആണ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ്. അടുത്തത് 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS. ഇതിന്റെ വിക്ഷേപണ വാഹനം GSLV F-14 ആണ്. GSLV F-14 ആണ് വിക്ഷേപണ വാഹനം. ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 3DS. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം കേട്ടോ. അടുത്തത് ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3 അഥവാ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. എന്താണ്? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ അഥവാ പോയം 3. ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക് ആണ് കേട്ടോ. പ്രീതി രജക് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക്. അടുത്തത് ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ് കേട്ടോ. ബഹിരാകാശ യാത്രികർക്കായിട്ടുള്ള ഏഷ്യയിലെ തന്നെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? നവി മുംബൈ. ലാസ്റ്റ് പോയിന്റ് 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവരാണ് PV നരസിംഹറാവു, ചൌധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ എന്നിവർ. ഏതൊക്കെയാണ്? PV നരസിംഹറാവു, ചൌധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.